ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ടും ഇന്ന് നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും അതുപോലെ അവരുടെ കൃതികളെക്കുറിച്ചും അവരുടെ കണ്ടെത്തലുകളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്തും അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള JC ബോസ് രചിച്ച ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് 1926 എന്ന 1926ലാണ് ജയിച്ചത് എന്ന പുസ്തകം ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ആരാണ്? JC ബോസ് ആണ് ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. ആരാണ്? JC ബോസ് ആണ് ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകം ആർക്കാണ് അദ്ദേഹം സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിനാണ് അദ്ദേഹം ഈ ഒരു ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് എന്ന പുസ്തകം സമർപ്പിച്ചത്. JC ബോസ് സമർപ്പിച്ചത്. ഇനി JC ബോസ് ജനിച്ചത് എവിടെയാണ്? ഇന്നത്തെ ബംഗ്ലാദേശിലെ മുൻഷിഗഞ്ചിലാണ് ജഗദീഷ് ചന്ദ്ര ബോസ് ജനിച്ചത്. സസ്യങ്ങളുടെ വികാരങ്ങളുടെ ശക്തി അളക്കുന്ന ഉപകരണത്തിന് 1904 US പേറ്റന്റ് നമ്പർ നേടിയ അദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു. നോക്കിയ US പേറ്റന്റ് നമ്പർ നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? JC ബോസ് ആണ്. JC ബോസിന്റെ ഫുൾ ഫോം JC എന്നുള്ള ഫുൾ ഫോം ഇതാണ്: ജഗദീഷ് ചന്ദ്ര ബോസ്. ഓക്കെ, JC ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസ്. ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ സസ്യങ്ങളെ കുറിച്ച് പഠിച്ച ബോസാണ് ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണത്തിന് തുടക്കമിട്ടത്. കണ്ടോ, ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണത്തിന് തുടക്കമിട്ടത് ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ സസ്യങ്ങളെ കുറിച്ച് പഠിച്ച JC ബോസ് ആണ്. അടുത്തതാണ് 1897 ജനുവരിയിൽ ലണ്ടനിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ JC ബോസ് തൻ്റെ വയർലെസ് മില്ലിമീറ്റർ തരംഗ പരീക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചു. മൈക്രോവേവ് തരംഗ പരീക്ഷണങ്ങൾ എവിടെ പ്രദർശിപ്പിച്ചു? ലണ്ടനിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ JC ബോസ് പ്രദർശിപ്പിച്ചു. നമ്മൾ നോക്കേണ്ട കാര്യം, മാർക്കോണിയുടെ വയർലെസ് പരീക്ഷണങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപേ ആയിരുന്നു നമ്മുടെ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്യുന്നത്? ലണ്ടനിൽ പോയിട്ട് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അടുത്ത നോക്കിയേ, കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിൽ വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ വയർലെസ് പ്രക്ഷേപണവും സ്വീകരണവും ആദ്യമായി പ്രദർശിപ്പിച്ച ബോസ് റേഡിയോ സയൻസിന്റെ പിതാവായി മാറി. അപ്പോൾ റേഡിയോ സയൻസിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാലും ആൻസർ ആരാണ്? JC ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. റേഡിയോ സയൻസിന്റെ പിതാവാണ്. ഐൻസ്റ്റീൻ, ക്യൂറി, മില്ലിക്കൻ എന്നിവരോടൊപ്പം ലീഗ് ഓഫ് നേഷൻസിന്റെ ബൗദ്ധിക സഹകരണത്തിനുള്ള അന്താരാഷ്ട്ര സമിതിയിൽ ഏഷ്യയിൽ നിന്നുള്ള അംഗമായിരുന്നു JC ബോസ്. അപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര സമിതിയിലെ അംഗം, ഓക്കെ, ലീഗ് ഓഫ് നേഷൻസിന്റെ ബൗദ്ധിക സഹകരണത്തിനുള്ള അന്താരാഷ്ട്ര സമിതിയിലെ അംഗമായിരുന്നു JC ബോസ്. ഐൻസ്റ്റീൻ, ക്യൂറി, മില്ലിക്കൻ എന്നിവരോടൊപ്പം ലീഗ് ഓഫ് നേഷൻസിന്റെ ബൗദ്ധിക സഹകരണത്തിനുള്ള അന്താരാഷ്ട്ര സമിതിയിൽ ഏഷ്യയിൽ നിന്നുള്ള അംഗമായിരുന്നു JC ബോസ്. അടുത്തത് നോക്കാം. 1917 നവംബർ 30 ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിൽ സ്ഥാപിച്ചു. 1917 നവംബർ 30 ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. നിലവിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലാണ് ഈ ഒരു ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് എന്നിവയാണ് പ്രധാന കൃതികൾ. നോക്കിയേ, ദ റെസ്പോൺസ് ഇൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ്, അതുപോലെ തന്നെ ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ്, ഇതൊക്കെ ആരുടെ കൃതികളാണ്? JC ബോസിന്റെ കൃതികളാണ്. നമ്മൾ പറഞ്ഞു ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് ആർക്കാണ് സമർപ്പിച്ചത്? രവീന്ദ്രനാഥ ടാഗോറിനാണ് സമർപ്പിച്ചത്. നോക്കിയേ, രവീന്ദ്രനാഥ ടാഗോറിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു JC ബോസിനെ ബംഗാളി സയൻസ് ഫിക്ഷന്റെ പിതാവായും കണക്കാക്കുന്നു. അപ്പോൾ ബംഗാളി സയൻസ് ഫിക്ഷന്റെ പിതാവ്, അതുപോലെ തന്നെ നമ്മുടെ ബംഗാളി സയൻസ് ഫിക്ഷന്റെ പിതാവ്, റേഡിയോ സയൻസിന്റെ പിതാവ്, ഇതൊക്കെ ചോദിച്ചാൽ ആരാണ്? JC ബോസ് ആണ്.
അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥത്തിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലെ ഷിബ്പുരിയിലാണ് കേട്ടോ. ഷിബ്പുരിയിലാണ് നമ്മുടെ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. ചന്ദ്രനിലെ ഒരു ഗർത്തത്തിനും ജെ.സി. ബോസിന്റെ പേര് നൽകിയിട്ടുണ്ട്. ചന്ദ്രനിലെ ഗർത്തത്തിനും ജെ.സി. ബോസിന്റെ പേര് നൽകിയിട്ടുണ്ട്. അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഇതിനകത്ത് ജഗദീഷ് ചന്ദ്ര ബോസുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? എഴുതാൻ പറ്റണം. ഓക്കെ, അടുത്ത് നോക്കി. വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ച ആദ്യകാല ഇന്ത്യൻ ഫെമിനിസ്റ്റുകളിൽ ഒരാളായിരുന്നു അബാല ബോസ് ആയിരുന്നു ജഗദീഷ് ചന്ദ്ര ബോസിന്റെ വൈഫ്. ഓക്കെ, വൈഫ് ആരായിരുന്നു? അബാല ബോസ് ആയിരുന്നു. ആളൊരു ഫെമിനിസ്റ്റ് ആയിരുന്നു, പണ്ടുകാല ഫെമിനിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അടുത്തത് വേറൊരു ശാസ്ത്രജ്ഞനാണ്, അതും ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ തന്നെയാണ്. ആരാണ്? സി.വി. രാമൻ. സി.വി. രാമൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സി.വി. രാമന് ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം ഏതാണ്? 1930 സി.വി. രാമൻ എന്ത് കിട്ടുന്നത്? നൊബേൽ സമ്മാനം കിട്ടുന്നത്. ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടുന്നത്. നമുക്കറിയാം രാമൻ ഇഫക്റ്റ് എന്നൊക്കെ ഉള്ളത് അല്ലേ. നോക്കിയേ, ചന്ദ്രശേഖര വെങ്കിട്ട രാമൻ എന്ന സി.വി. രാമൻ 1888 നവംബർ 7 തിരുച്ചിറപ്പള്ളിയിലാണ് ജനിച്ചത്. ഭൗതികശാസ്ത്ര ശാഖയായ ഒപ്റ്റിക്സിനും അക്വസ്റ്റിക്സിനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഗവേഷണ മേഖല ഏതായിരുന്നു വെച്ചാൽ അക്വസ്റ്റിക്സും ഒപ്റ്റിക്സുമായിരുന്നു. ശാസ്ത്രത്തിൽ കൂടുതൽ അവസരങ്ങൾ ഇല്ലാതിരുന്ന തുടക്കകാലത്ത് അദ്ദേഹം ഇന്ത്യൻ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ജോലി തിരക്കുകൾക്കിടയിലും കൽക്കട്ടയിൽ ശാസ്ത്ര മേഖലയിലെ വികസനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ അസോസിയേഷന്റെ ലബോറട്ടറിയിലെ പരീക്ഷണ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടു. 1933 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടറാകുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറി. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടറാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നമ്മുടെ സി.വി. രാമനാണ്. സി.വി. രാമനാണ് 1931 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടറാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തു തന്നെ ശാസ്ത്ര പഠനത്തിന് അവസരം നൽകാനായി 1934 ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിച്ചു. 1948 രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി. 1934 എന്താണ് സ്ഥാപിച്ചത്? ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ 1948 രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് മാറി. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നും കൂടെ. 1933 എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഡയറക്ടറായി മാറിയത് സി.വി. രാമനാണ്. ഇനി 1934 ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിച്ചു. എന്തിനാണ്? ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തു തന്നെ ശാസ്ത്ര പഠനത്തിന് അവസരം നൽകാനായിട്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിച്ചു. ആരാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ സി.വി. രാമനാണ് സ്ഥാപിച്ചത്. 1948 രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് മാറി. അടുത്തത് 1921 ഒരു കപ്പൽ യാത്രക്കിടെ നടത്തിയ പരീക്ഷണത്തിലൂടെ കടലിന്റെ നീലനിറത്തിന് കാരണം ആകാശത്തിന്റെ പ്രതിഫലനമല്ല വിസരണമാണെന്ന് സി.വി. രാമൻ തെളിയിച്ചു. അപ്പോൾ ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം എന്താണ്? വിസരണമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം അപവർത്തനം, അതുപോലെ തന്നെ പ്രതിഫലനം, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. വിസരണമാണ്, ഓർത്തു വയ്ക്കുക. 1922 മോളിക്കുലാർ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചു. അപ്പം നോക്കിയേ, മോളിക്കുലാർ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന കൃതി ആരുടേതാണ്? നമ്മുടെ സി.വി. രാമൻ എന്ന ശാസ്ത്രജ്ഞൻ്റേതാണ്. നമ്മൾ നേരത്തെ രണ്ട് കൃതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സും പിന്നെ റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ആരുടേതായിരുന്നു? അത് ജെ.സി. ബോസിൻ്റെതായിരുന്നു. അടുത്തത് 1926 സി.വി. രാമൻ ആരംഭിച്ച മാസികയാണ് എന്ത്? ഇന്ത്യൻ ജേണൽ ഓഫ് ഫിസിക്സ്. അപ്പോൾ ഇന്ത്യൻ ജേണൽ ഓഫ് ഫിസിക്സ് എന്നത് ആരാരംഭിച്ച മാസികയാണ്? സി.വി. രാമൻ ആരംഭിച്ച മാസികയാണ് ദ ജേണൽ ഓഫ് ഫിസിക്സ്. 1928 ഫെബ്രുവരി 28 രാമൻ പ്രഭാവം കണ്ടെത്തി. ഇത് അദ്ദേഹത്തെ നൊബേൽ സമ്മാനത്തിന് അർഹനാക്കി. 1928 ഫെബ്രുവരി 28 എന്ത് ചെയ്യുന്നത്? രാമൻ ഇഫക്റ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ സയൻസ് ഡേ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത് അല്ലേ. ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ രാമൻ പ്രഭാവം കണ്ടെത്തി. ഇത് അദ്ദേഹത്തെ നൊബേൽ സമ്മാനത്തിന് അർഹനാക്കി. അപ്പോൾ 1930 എന്ത് കിട്ടുന്നത്? 1930 നമുക്ക്
ഈ സി വി രാമന് നൊബേൽ സമ്മാനം കിട്ടുന്നത്. അടുത്ത് നോക്കിയേ, 1948 ക്രിസ്റ്റലുകളുടെ സ്പെക്ട്രോസ്കോപ്പിക് സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനത്തിലൂടെ ക്രിസ്റ്റൽ ഡൈനാമിക്സിലെ വജ്രത്തിന്റെ ഘടനയെയും സ്വഭാവത്തെയും കുറിച്ച് കണ്ടെത്തലുകൾ നടത്തി. അടുത്തത് 1968 റോബർട്ട് ഡബ്ല്യു ഹോളിക്കും മാർഷൽ ഡബ്ല്യു നീരൻബെർഗിനുമൊപ്പം വൈദ്യശാസ്ത്ര നൊബേൽ പങ്കിട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? അടുത്തൊരു ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖൊരാന. ഹർഗോവിന്ദ് ഖൊരാനയും എന്താണ് നമ്മുടെ നൊബേൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞനാണ്. 1968 റോബർട്ട് ഡബ്ല്യു ഹോളിക്കും മാർഷൽ ഡബ്ല്യു നീരൻബെർഗിനുമൊപ്പം വൈദ്യശാസ്ത്ര നൊബേൽ പങ്കിട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആര്? ഹർഗോവിന്ദ് ഖൊരാന. ഇന്നത്തെ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന റായ്പൂരിൽ 1922 ജനുവരി 9 ഹർഗോവിന്ദ് ഖൊരാന ജനിച്ചത്. കോശത്തിനുള്ളിലെ പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിക് ആസിഡുകളിലെ ന്യൂക്ലിയോടൈഡുകളുടെ ജനിതക കോഡുകളുടെ പ്രവർത്തനം വിശദീകരിച്ചതിനായിരുന്നു നൊബേൽ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് നൊബേൽ പുരസ്കാരം കിട്ടിയത്? കോശത്തിനുള്ളിലെ പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിക് ആസിഡിലെ ന്യൂക്ലിയോടൈഡുകളുടെ ജനിതക കോഡുകളുടെ പ്രവർത്തനം വിശദീകരിച്ചതിനായിരുന്നു നൊബേൽ പുരസ്കാരം കിട്ടിയത്. കേംബ്രിഡ്ജ് സർവകലാശാലയായിരുന്നു ഫെലോഷിപ്പോട് കൂടിയ ഖൊരാനയുടെ ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ചുള്ള ഗവേഷണം. എവിടെയായിരുന്നു അദ്ദേഹം ഗവേഷണം നടത്തിയത്? കേംബ്രിഡ്ജ് സർവകലാശാലയിലായിരുന്നു. അടുത്തത്, കൃത്രിമ ജീനുകളും DNA പോളിമറൈസേഷനുള്ള പ്രൈമറുകളും ടെംപ്ലേറ്റുകളും നിർമ്മിക്കുന്നതിനുള്ള ബിൽഡിംഗ് ബ്ലോക്ക് നൽകിയ സിന്തറ്റിക് DNA ഒലിഗോ ന്യൂക്ലിയോറൈറ്റുകൾ സൃഷ്ടിച്ചതിലുള്ള സാങ്കേതിക വിദ്യകൾ ആവിഷ്കരിച്ചതിന്റെ ബഹുമതിയും ഖൊരാനയ്ക്കാണ്. ഇത് PCR-ന്റെ ഗവേഷണത്തിന് അടിത്തറ പാകി. ഓക്കെ, PCR എന്ന് വെച്ചാൽ എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് കേട്ടോ. PCR-ന്റെ ഗവേഷണത്തിന് അടിത്തറ പാകിയത് ആരുടെ കണ്ടെത്തലുകളാണ്? ഹർഗോവിന്ദ് ഖൊരാനയുടെ കണ്ടെത്തലുകളാണ്. അടുത്ത നോക്കിയേ, എൻസൈമുകളുടെ സഹായത്തോടെ കൃത്രിമമായി RNA ചെയിനുകളും പിന്നീട് പ്രോട്ടീനും നിർമ്മിച്ചു. 1970 ഒരു ഈസ്റ്റിന്റെ കൃത്രിമ പതിപ്പ് തന്നെ ഉണ്ടാക്കി. ആര്? ഹർഗോവിന്ദ് ഖൊരാന. 3 ന്യൂക്ലിയോടൈഡുകളുടെ ഒരു കൂട്ടമാണ് പ്രോട്ടീൻ ഉൽപാദനം ആരംഭിക്കാനും നിർത്താനുമുള്ള നിർദ്ദേശം കോശത്തിന് നൽകുന്നതെന്ന് പരീക്ഷണത്തിലൂടെ ഹർഗോവിന്ദ് ഖൊരാന തെളിയിച്ചു. അപ്പോൾ 3 ന്യൂക്ലിയോടൈഡുകളുടെ ഒരു കൂട്ടം എന്നാണ് പറയുന്നത്? കോഡോൺ. ഈ പ്രോട്ടീൻ അതാണ് പ്രോട്ടീൻ ഉൽപാദനം ആരംഭിക്കാനും നിർത്താനുമുള്ള നിർദ്ദേശം നൽകുന്നത്, കോശത്തിന് നൽകുന്നതെന്ന് അദ്ദേഹം പരീക്ഷണത്തിലൂടെ തെളിയിച്ചു. കശേരുകളിലെ കണ്ണിലെ റെറ്റിനയിൽ കാണപ്പെടുന്ന ലൈറ്റ് സെൻസിറ്റീവ് പ്രോട്ടീനായ റോഡോപ്സിന്റെ ഘടനയെയും പ്രവർത്തനത്തെയും കുറിച്ച് പഠനങ്ങൾ നടത്തിയ ഖൊരാന നിശാന്തതയ്ക്ക് കാരണമാകുന്ന റെറ്റിനൈസിസ് പിഗ്മെന്റ്സുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ നടത്തി. അപ്പോൾ റെറ്റിനൈസ് പിഗ്മെന്റ്സുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളും ആര് നടത്തിയിട്ടുണ്ട്? ഹർഗോവിന്ദ് ഖൊരാന നടത്തിയിട്ടുണ്ട്. 1966 US പൗരത്വം സ്വീകരിച്ച ഖൊരാന 1971 മുതൽ 2007 വരെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അധ്യാപകനായിരുന്നു. 1976 ഖൊരാനയും IIT-യിലെ സഹപ്രവർത്തകരും ചേർന്ന് ജീവനുള്ള കോശത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ കൃത്രിമ ജീനിനെ നിർമ്മിച്ചു. നോക്കിയേ, IIT-യിലെ സഹപ്രവർത്തകരും ഖൊരാനയും ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? ജീവനുള്ള കോശത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമായിട്ടുള്ള കൃത്രിമ ജീനിനെ ഹർഗോവിന്ദ് ഖൊരാനയും കൂട്ടുകാരും ചേർന്നിട്ട് എന്ത് ചെയ്തു? നിർമ്മിച്ചു. 2011 നവംബർ 9 അദ്ദേഹം അന്തരിച്ചത്. അതൊരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിൽ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹോമി ജെ ഭാഭ. ഹോമി ജെ ഭാഭയായിരുന്നു ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ ശരിക്കും 3 സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് പഠിച്ചത്. അപ്പോൾ ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.